നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഓരോ നോമ്പനുഭവങ്ങളും നമ്മോട് സംവേദനം ചെയ്യുന്നത് തെറ്റിയ ജീവിതക്രമത്തെ ക്രിയാത്മകമായി പുനഃസ്ഥാപിക്കുവാനും കാലത്തിന്റെ നോവനുഭവങ്ങളെ തിരിച്ചറിയുവാനും തിരുത്തേണ്ടുന്നതിനെ തിരുത്തി ഉൾക്കൊള്ളേണ്ടുന്നവയെ ഉൾക്കൊണ്ട് ലോകത്തിൽ ദൈവരാജ്യ പദ്ധതി പങ്കുകാരാകുന്ന നവ്യാനുഭവമാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1 അധ്യായം 26 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. കുറിവാക്യ ഭാഗമായി 30 വാക്യം. ദൂതൻ അവളോട്, മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1 അധ്യായം 12 മുതൽ 20 വരെയുള്ള വാക്യഭാഗങ്ങളിൽ സെക്രിയാവിനോടുള്ള അറിയിപ്പാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ 26 മുതൽ 38 വരെയുള്ള വാക്യഭാഗങ്ങളിൽ കന്യക മറിയാമിനോടുള്ള അറിയിപ്പാണ്. സുവാർത്ത എന്നതിന് സുറിയാനിയിൽ സുബോറോ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരുവാൻ ദൈവം കന്യക മറിയാമിനെ ഗബ്രിയേൽ ദൂതനിലൂടെ അറിയിക്കുന്നു. ഇത് ഒരു സമയത്ത് തന്നെ ദൈവവിളിയും വെല്ലുവിളിയുമാണ്. വെല്ലുവിളികളോടുള്ള പ്രതികരിക്കുന്നതിലൂടെയാണ് സമൂഹത്തിൽ രൂപാന്തരം ഉണ്ടാകുന്നത്. ദൈവിക രക്ഷണ്യ പദ്ധതികളിൽ കന്യക മറിയാമിന്റെ ജീവിതം നൽകുന്ന 3 പാഠങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഒന്നാമതായി, അനിശ്ചിതത്വങ്ങളിൽ അസാമാന്യ ധൈര്യം കാട്ടിയവൾ. നസ്രീത്ത് എന്ന ഗ്രാമത്തിലെ സാധാരണയായ ഒരു പെൺകുട്ടിയാണ് കന്യകയായ മറിയം. അവിവാഹിതയും ജോസഫുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞവളുമായ മറിയത്തിന് ലഭിച്ച ദൂത് താൻ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം എന്നാണ്. വിവാഹത്തിന് മുമ്പ് ഗർഭവതിയായ ഒരു സ്ത്രീ നേരിടാവുന്നതായിട്ടുള്ള എല്ലാ കനൽ അനുഭവങ്ങളെയും അവൾ ദൈവത്തിലുള്ള അചഞ്ചലവുമായ വിശ്വാസത്താലും ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന ബോധ്യത്താലും അവയെ വകഞ്ഞു മാറ്റുന്നു. കന്യക മറിയാമിനെ പോലെ ജീവിതത്തിന്റെ അനിശ്ചിതത്വ അവസ്ഥകളിൽ അസാമാന്യ ധൈര്യം കാട്ടുവാൻ സാധിക്കണം. രണ്ടാമതായി, ദൈവവിളിയോടുള്ള അകമഴിഞ്ഞ സമർപ്പണം കാട്ടിയവൾ. വിളിച്ച ദൈവം വിശ്വസ്തനും തന്നോട് കൂടെയുള്ളവനുമാണ് എന്നു മനസ്സിലാക്കിയ കന്യക മറിയാം ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ചു. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം എന്ന ദൂതന്റെ അഭിസംബോധനയ്ക്ക് മുൻപിൽ ഇത് എന്തൊരു വന്ദനം എന്ന ഉൾക്കൊമ്പിൽ നിന്നുയർന്ന ചോദ്യം വളരെ പ്രാധാന്യമേറിയതായിരുന്നു. ദൈവഹിതത്തിനു വേണ്ടി തന്റെ സ്വകീയ സ്വപ്നങ്ങൾ ത്യജിക്കുവാനും അപമാനിത ആകുവാനും മറ്റുള്ളവരാൽ പരിത്യജിക്കപ്പെടുവാനുള്ള സാഹചര്യത്തിലും ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്നു പറഞ്ഞു ദൈവവിളിയോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്ന കന്യക മറിയാമിനെയാണ് നാം അവിടെ കാണുന്നത്. മൂന്നാമതായി, ആഴമായ അനുസരണത്തിന് ഉടമയായവൾ. നിന്റെ വാക്കുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന മറിയയുടെ വാക്ക് ദൈവവിളിക്ക് മുമ്പിൽ ആഴമായ അനുസരണം കാട്ടിയതിനാൽ ദൈവിക രക്ഷാചരിത്രത്തിൽ വിളക്കിച്ചേർത്ത ഒരു കണ്ണിയായി മാറുന്നു. ഒട്ടും അനുകൂലമല്ലാത്ത സാഹചര്യത്തിലും ദൈവത്തിന് ചരിത്രത്തിൽ ഇടപെടുവാനുള്ള അനുസരണത്തിന് മറിയ ഒരു പാത്രമായി മാറുകയാണ്. അവൾ കാട്ടിയ ആഴമായ അനുസരണമാണ് ഇന്നും ഒളിമങ്ങാതെ ചരിത്രത്തിൽ നിലനിൽക്കുന്നത്. ദൈവത്തിന്റെ പ്രവർത്തന പന്താവിൽ അവന്റെ കൈകളിൽ ഇണങ്ങുന്ന ഉപകരണങ്ങളായി മാറുമ്പോഴാണ് ആത്മീയ ജീവിതം കൂടുതൽ സുന്ദരമായി മാറുന്നത്. അതിനായി നമ്മുടെ ജീവിതങ്ങളെ ഈ നോമ്പിന്റെ നാളുകളിൽ ഉടച്ചു വാർക്കാം. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ജീവിതത്തിന്റെ അനിശ്ചിതത്വങ്ങളിൽ അസാമാന്യ ധൈര്യം കാട്ടുവാനും ദൈവവിളിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനും നിന്നോടുള്ള ആഴമേറിയ അനുസരണം കാട്ടുവാനും ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ആമേൻ.